ഗ്രീൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഇവനെയാണ്. കണ്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളാണിത്. ഇതിൻ്റെ പേര് ഫിലോഡെൻഡ്രോൺ എന്നാണ്. നമുക്ക് ഫിലോ എന്ന് വിളിക്കാം സ്നേഹത്തോടെ. ഇത് ഒരു 100-ൽ പരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 2 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് കുറേ നാളായതാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കണ്ടൊരു മെറൂൺ കളറോ നല്ലൊരു മെറൂൺ കളറെന്ന് പറയാം. ഇതെല്ലാം കയറി വന്നേക്കുന്നൊരു കളറാണിത്. സാധാരണ ഇത് ഫിലോ കാണപ്പെടുന്നത് നല്ല ഗ്രീൻ കളറിലായിരിക്കും അതിൻ്റെ ഇലയൊക്കെ കാണുന്നത്. എൻ്റെ കയ്യിൽ വേറൊരു വെറൈറ്റി ഉണ്ട്, അതോടെ കാണിച്ചു തരാം. അത് ഗ്രീൻ കളർ തന്നെയാണ് അതിൻ്റെ ഇലയൊക്കെ. അത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ആയിട്ട് വരണം. അത് കാണിച്ചു തരാവേ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല. ഇതിനെ നമുക്ക് ഒരു സൺലൈറ്റ് ഒരു നല്ല ഭയങ്കര വെയിൽ വേണ്ട, എന്നാൽ വെയിൽ വേണം. അതുപോലെ ഒരു ചെടിയാണിത്. പിന്നെ ഇതിന് വെള്ളത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന് നമ്മളൊരു മണ്ണ് തൊട്ട് നോക്കിയിട്ട് നനവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതിന്. പിന്നെ ഒരു 7 ദിവസം വരെ നമുക്ക് വെള്ളമില്ലാതെ ഇവൻ ജീവിച്ചോളും, കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ചെടിയാണ് നമ്മുടെ ഫിലോ. പിന്നെ ഇതിന് ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവനെ നമുക്ക് കുഴിച്ചു വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിക്ക് നല്ല ഡ്രെയിനേജ് ഹോള് വേണം. എന്നാലേ ഉള്ളൂ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളം വാർന്നു പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ വേരുകളെല്ലാം ചീഞ്ഞു പോകും. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വെള്ളം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലയെല്ലാം മഞ്ഞച്ചു പോകും. ആ മഞ്ഞ വരുന്ന ഇലയെല്ലാം നമ്മൾ അന്നേരം തന്നെ അടത്തി കളയണം. അതിന്റെ കൂട്ടത്തിൽ വെള്ളം കൂടുതലാണ് എന്നതിന് തെളിവും കൂടിയാണ് ആ ഒരു ഇല മഞ്ഞയാകുക എന്നുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡിലോ പിന്നെ അകത്ത് വേണേലും വെക്കാം. ഒരു ചെറിയ സൺലൈറ്റ് കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ സൈഡിലൊക്കെ വെച്ചു കൊടുത്താലും മതി. പിന്നെ വെയിലത്തോട്ട് നമുക്ക് അകത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ മുകളിലേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എത്തുന്ന പോലെ ഒന്നും വെക്കാൻ പാടില്ല ഈ സാധനം. അവർക്ക് അത് പോയ്സൺ ആണ്. ചില പെറ്റ്സിനും കുഞ്ഞുങ്ങൾക്കും പെറ്റ്സിനും ഒക്കെ ഇത് പോയ്സൺ ആണിത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൈയെത്തുന്ന പോലെയൊന്നും ഈ സാധനം വെക്കരുത്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു വെറൈറ്റി കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതിന്റെ ഗ്രീൻ ഇലയുള്ള വേറൊരു ഫിലോയാണിത്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിനിങ്ങനെ ഹോളുകൾ വരും ഇതിന്റെ സൈഡിൽ കൂടെ. ഇതിന്റെ വലുതൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാനത് തറയിലോട്ട് കുഴിച്ചു വെച്ചു കേട്ടോ, മണ്ണിനകത്ത്. അന്നേരം അതിന് കുറേ വെള്ളമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ വെള്ളം കയറും. ഞങ്ങൾ മീനച്ചിലാറിന്റെ തീരത്താണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറി ഇറങ്ങി പോകും. ആ സമയത്ത് നമ്മളെ മണ്ണിൽ നിൽക്കുന്ന സാധനങ്ങളെല്ലാം കുറേയൊക്കെ പോകും, ചെടികളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് ആ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കുറച്ച് നിന്നിട്ടാന്ന് തോന്നുന്നു, അതിനെല്ലാം മഞ്ഞയായിപ്പോയി ചെടിയുടെ ഇലകളൊക്കെ. ഇത് ഞാൻ ആ സമയത്ത് വെള്ളം കയറുന്നതിന് തൊട്ട് മുന്നേ ചട്ടിക്കകത്തോട്ട് മാറ്റി വെച്ചതാണ്. ഇത് കണ്ടോ ഇതിന്റെ ഇലയൊക്കെ. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിന് ഇങ്ങനെ ഹോളുകൾ ഇങ്ങനെ സൈഡിലൂടെ വരും. നല്ല രസമാണ് ഇതിന്റെ ഇലയൊക്കെ കാണാനായിട്ട്. ഇത് നമ്മുടെ ഗാർഡനിൽ നല്ലൊരു അലങ്കാരമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് സൂക്ഷിച്ച് വേണം ഇത് വെക്കാനായിട്ട്. മണ്ണിലും നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഓടി നടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലയൊക്കെ ചെന്ന് പറിക്കാനും വായിൽ വെക്കാനും ഒക്കെ ഇടവരും. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ അകത്ത് വെക്കാനും നല്ലൊരു ചെടിയാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ കാര്യം. അടുത്ത വീഡിയോയിൽ വേറൊരു ചെടിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.